ലിയോണൽ മെസ്സി കേരളത്തിലേക്ക് വരുമോ? കഴിഞ്ഞ കുറച്ച് നാളുകളായി നമ്മൾ കേട്ടൊരു ചോദ്യമാണ്. ഒരു ഘട്ടത്തിൽ വരില്ല എന്നും പിന്നീട് വരും എന്നും കേട്ടു. ഇപ്പോഴിത് ഏറ്റവും ഒടുവിലായി കായിക മന്ത്രി സ്ഥിരീകരിക്കുകയാണ് മെസ്സി കേരളത്തിലേക്ക് വരില്ല എന്ന്. ഒക്ടോബറിൽ വരാനാണ് ആവശ്യപ്പെട്ടത്. അസൗകര്യം അറിയിച്ചപ്പോൾ വരേണ്ട എന്ന് പറഞ്ഞത് സ്പോൺസർ തന്നെയാണെന്നും മന്ത്രി 24-നോട് പറഞ്ഞു. മെസ്സി വരും എന്നാണ് മന്ത്രി ഇതുവരെ പറഞ്ഞിരുന്നത്. രണ്ട് കാലത്ത് രണ്ട് പ്രതികരണങ്ങളാണ് മന്ത്രി നടത്തിയത്. ആ പ്രതികരണങ്ങളൊന്ന് കാണാം. അടുത്ത ഒക്ടോബർ 25 മുതൽ നവംബർ 2 വരെ 7 ദിവസം മെസ്സി കേരളത്തിൽ ഉണ്ടാവും. ഈ ഒക്ടോബറിൽ അവർക്ക് വരാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുമ്പോൾ സ്പോൺസർ എന്ത് പറഞ്ഞു? ഈ ദിവസം ഈ ഒക്ടോബറിലാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ എന്ന് അവരും പറഞ്ഞു. അതാണ് സംഭവം. നിഖിൽ പ്രമേഷ് വിശദാംശങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ മെസ്സി വരില്ലാട്ട എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എല്ലായിടത്തും പ്രചരിച്ചു കാണുന്ന ഒരു വാചകം. അതിനു മുൻപ് വരും എന്നുള്ള തരത്തിലായിരുന്നു. അത് മന്ത്രിയുടെ പ്രതികരണം എന്ന രീതിയിലാണ്. ഔദ്യോഗികമായി തന്നെ വരും എന്നുള്ളത് അദ്ദേഹം അറിയിക്കുന്നത് ഈ വർഷം ആദ്യമാണ്. ഇപ്പോൾ പറയുകയാണ് മെസ്സി വരില്ല. അതിന് കുറച്ച് കാരണങ്ങൾ കൂടി അദ്ദേഹം പറയുന്നുണ്ട്. 24-ലൂടെയാണ് ഇങ്ങനെ ഒരു കാര്യം ക്യാമറയ്ക്ക് മുന്നിൽ കായിക മന്ത്രി സ്ഥിരീകരിച്ചിട്ടുള്ളത്. അനുജ, ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത് മന്ത്രിയുടെ ഭാഗം അദ്ദേഹം വിശദീകരിക്കുകയാണെങ്കിൽ കൃത്യമായി കരാറ്, ഈ കേരളം നൽകിയിട്ടുള്ള കരാറ് കൃത്യമായി തങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ട്. അതായത് ഈ അർജന്റീന ടീമിന് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ള കരാറിൽ യാതൊരു തരത്തിലുള്ള അവ്യക്തതയുമില്ല. കൃത്യമായി തങ്ങൾ അത് ഫോളോ ചെയ്തിട്ടുണ്ട്. അവർക്ക് 2 ഡേറ്റുകളാണ് നൽകിയിരുന്നത്. അത് ഒക്ടോബറിലായിരുന്നു. ഒക്ടോബറിൽ ഇവിടേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് കേരളത്തിൽ നിന്നുള്ള ടീം, അതായത് കേരളം പണമടച്ചത് ഒക്ടോബറിൽ ഇവിടെ എത്താൻ വേണ്ടിയായിരുന്നു. പക്ഷെ ഒക്ടോബറിൽ കേരളത്തിന് ഡേറ്റ് നൽകാൻ കഴിയില്ല, കേരളത്തിലേക്ക് ഒരു ടൂർ നൽകാൻ കഴിയില്ല എന്ന് അർജന്റീനൻ ടീം അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ ഇതിനെ സ്പോൺസർ ചെയ്തിട്ടുള്ള ആളുകൾ അവർ പറഞ്ഞത് ഒക്ടോബറിൽ ഇല്ലെങ്കിൽ അവരെ പിന്നീട് അക്കോമഡേറ്റ് ചെയ്യാൻ തങ്ങൾക്ക് സാധിക്കില്ല എന്ന് ഈ സ്പോൺസർമാർ അറിയിച്ചതിനെ തുടർന്നാണ് അതിൽ നിന്ന് പിന്മാറേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ മന്ത്രി വിശദീകരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുന്നത് ഔദ്യോഗികമായി ഈ മെസ്സിയിൽ നിന്നോ അർജന്റീന ടീമിൽ നിന്നോ ഇക്കാര്യത്തിൽ ഒരു ഉറപ്പ് ലഭിക്കാതെ മന്ത്രി ഇത് ഒരു പൊതു സദസ്സിലും മാധ്യമങ്ങൾക്ക് മുന്നിലും തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിനുണ്ടായ പിഴവ്. കാരണം അദ്ദേഹം ഈ സ്പോൺസർമാരെ മാത്രം വിശ്വസിച്ച് അവർ കേരളത്തിലേക്ക് മെസ്സിയെ എത്തിക്കും എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസം അർപ്പിച്ചു. യഥാർത്ഥത്തിൽ ഇതിൽ എന്തെങ്കിലും ചർച്ചകൾ നടന്നതായി നമുക്കറിയാമോ? ഈ സ്പോൺസർമാർ ഇങ്ങനെ ഈ വരും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഞങ്ങൾ ഇപ്പോൾ പണം കൊടുക്കുമെന്ന് ഇന്നാള് പറഞ്ഞതാണ്. പക്ഷേ ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ ചർച്ചകൾ നടന്നിട്ടുണ്ടോ നിഖിൽ? അനുജ, ആ ചർച്ചകളെ കുറിച്ച് പോലും ഇപ്പോൾ സംശയങ്ങൾ ഉയരുന്നുണ്ട്. പണമടച്ചു എന്നടക്കമാണ് ഇപ്പോൾ മന്ത്രി സ്ഥിരീകരിക്കുന്നത്. അതായത് ഒക്ടോബറിൽ ഈ മെസ്സിയും അർജന്റീന ടീമും 7 ദിവസം കേരളത്തിൽ എത്തുന്നതിന് വേണ്ടി ഞാൻ ആദ്യ ഗഡു പണമടച്ച ശേഷമാണ് ഒക്ടോബറിൽ എത്താൻ കഴിയില്ല എന്ന് അർജന്റീന ടീം അറിയിക്കുന്നത് എന്നാണ് മന്ത്രി വിശദീകരിക്കുന്നത്. അതിൽ ചില അവ്യക്തതകളുണ്ട്. ഒരു വലിയ ഫുട്ബോൾ ടീം, അതായത് ലോകമെമ്പാടുമുള്ള ആരാധകർ ഉറ്റുനോക്കുന്ന മെസ്സി അടങ്ങുന്ന ഒരു ടീം അത്തരത്തിലൊരു കരാറ് കേരളവുമായി ഉണ്ടാക്കും. അങ്ങനെ കരാറ് ഉണ്ടാക്കി പണമടച്ച ശേഷം അതിൽ നിന്ന് അവർ പിന്മാറുമോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഈ കരാറുമായി ബന്ധപ്പെട്ട രേഖകളടക്കം ഒരുപക്ഷെ അദ്ദേഹം പുറത്തുവിടുകയായിരുന്നെങ്കിൽ ഇതിന് അല്പം കൂടി ആധികാരികത ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ഈ സ്പോൺസർമാർ പണമടച്ചിട്ടുണ്ട്, ഒരു ഗഡു പണമടച്ചിട്ടുണ്ട്, അതിനുശേഷമാണ് ഒക്ടോബറിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പറയുന്നത്. ഒക്ടോബറിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഈ വർഷം മെസ്സി കേരളത്തിലേക്കില്ല, അത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. എന്തായാലും ഇക്കാര്യത്തിൽ കേരളത്തിലെ ആരാധകർ, ലക്ഷക്കണക്കിന് വരുന്ന ആരാധകർ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. കായിക വകുപ്പ് മന്ത്രി നൽകിയ ഉറപ്പ്, അതായത് കേരളത്തിലേക്ക് മെസ്സി എത്തും കേട്ടോ എന്ന് പറയുമ്പോൾ അതിൽ വിശ്വാസം അർപ്പിച്ച മെസ്സിയെ കാണാൻ വേണ്ടി കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന് നമുക്കറിയാം മെസ്സി എത്തുമെന്ന് പറഞ്ഞ അതേ മന്ത്രി തന്നെ ഇന്നിപ്പോൾ 24 മൈക്കിന് മുന്നിൽ പറയുകയാണ് മെസ്സി വരില്ല എന്നുള്ളത്. അത് സ്പോൺസർമാരാണ് ഇത്തരം കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നുകൂടി പറഞ്ഞു വയ്ക്കുകയാണ്, പറഞ്ഞൊഴിയുകയാണ് കായിക മന്ത്രി ഒരർത്ഥത്തിൽ എന്നതാണ് അതിലെ വസ്തുത. എന്നാൽ ഡിസംബറിൽ മെസ്സിയും അർജന്റീന ടീമും ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. പല മാച്ചുകളിലും അവർ പങ്കെടുക്കുകയും ചെയ്യുന്നുമുണ്ട് താനും.